ഇതിനെട്ട് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ പൊന്നെ, റോഷൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രാ. ഇതിനേട്ടിന് ഞങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പും വേണ്ടാന്ന് വെക്കാം. ജീവിതത്തില് ഞാൻ മിഥുനേട്ടനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്റെ കീർത്തി വേറെ ആരോടും അടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അയ്യോ, എന്ന് കരുതി ഞാനൊരു സംശയരോഗിയാണെന്നൊന്നും എന്റെ മോളെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ഇല്ല മിഥുനേട്ടാ, ഇതൊരു ചെറിയ പൊസസീവ്നെസ് മാത്രമാണെന്ന് എനിക്കറിയാം. ഞാനെന്തോ മനഃപൂർവ്വം മിഥുനേട്ടനെ നിരാശപ്പെടുത്താണെന്നും പറഞ്ഞ് അമ്മ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇന്നു മുതൽ ഞാൻ ഈ റൂമിൽ താമസിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. നിന്റെ അമ്മ? നമ്മുടെ അമ്മ ദൈവ തുല്യാണ്. എന്നെ മരുമകനായിട്ടല്ല, മകനെ പോലെ ആന്റി കാണുന്നത്. ഇങ്ങനൊരു അമ്മായി അമ്മയെ കിട്ടിയ ഞാൻ ഭാഗ്യവാനല്ലേ? അല്ലേ? പറ മോള്, പറ. മഹാഭാഗ്യവാൻ അല്ലേ? സത്യം. ഇനി ഒരിക്കലും ഞാൻ എന്റെ മോളെ സംശയിക്കത്തില്ല. പിന്നെയും വാതിലില് മുട്ടുന്നു. മോളെ, അമ്മയാ. ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ? വാതില് തുറക്ക്. വന്നോളൂ അമ്മേ, വാതില് ചാരിയിട്ടേ ഉള്ളൂ. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ശില്പ ഇപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു. കേട്ടപ്പോ ശരിയാണെന്ന് എനിക്കും തോന്നി. ശില്പ ചേച്ചി പറഞ്ഞ അത് കറക്റ്റ് ആയിരിക്കും. ചേച്ചി എന്താ ആന്റി പറഞ്ഞത്? പറ മോളെ. എന്തായാലും വ്രതം കാരണം നിങ്ങൾ ഇതുവരെയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ. ഇത്രയുമായ സ്ഥിതിക്ക് രാമപുരത്തമ്മയുടെ നടയിൽ വെച്ച് ഒരിക്കൽ കൂടി താലി കെട്ടാം. പിന്നെ എന്തിന്? അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയാൽ മതി. അതാണ് അതിന്റെ ഒരു ശരിയെന്ന് എനിക്കും അമ്മയ്ക്കും തോന്നി. അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. താലിയൊക്കെ കെട്ടിയതല്ലേ? കണ്ടില്ലേ? അമ്മയും ചേച്ചിയും പറഞ്ഞത് ശരിയാ മിഥുനേട്ടാ. രാമപുരത്തമ്മയുടെ നടയിൽ വെച്ച് താലി കെട്ടിക്കഴിഞ്ഞാ നമ്മളെ തമ്മി പിരിക്കാൻ വേറെ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ആര് പിരിക്കാനാ? Made for each other. എന്തായാലും ഇവൾ തൽക്കാലം എന്റെ കൂടെ വരട്ടെ. ഒരു താലികെട്ടുകൂടി നടത്തുന്ന കാര്യം SP അങ്കിളുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ അറിയിക്കാം. വാ മോളെ. ചെല്ല്. അമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നു. സത്യന് മോളെ, നിന്റെ ജോലിക്കാര്യം പറയാൻ വിളിക്കുമായിരിക്കും. സത്യന്റെ വിളി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. ആഹാ, എനിക്കറിയാം. ആ കാര്യത്തില് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പ്രിയ. അതൊക്കെ എനിക്ക് നേരിട്ട് ശില്പയോട് തന്നെ സംസാരിക്കണം. നാളെ ഞാൻ രാമപുരത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങളെ കാണാൻ സത്യൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അതെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും വേണ്ട സത്യ. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ശില്പയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. അതെന്താടോ? ഞാൻ അങ്ങോട്ട് വരാം.
എന്റെ യാത്ര എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശരി അപ്പൊ നാളെ കാണാം. ശരി. അത് അർജുനോട് രാവിലെ 7 മണിക്ക് തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ശില്പയ്ക്ക് എന്ത് പോസ്റ്റിംഗാ നൽകാൻ പോകുന്നതെന്ന് SP ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഞാൻ അതാദ്യം ശില്പയോട് പറയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. എന്നോട് പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? SP-യുടെ രഹസ്യങ്ങൾ ഞാനൊരിക്കലും പുറത്തു വിടാറില്ലല്ലോ. നമുക്ക് രാവിലെ കാണാം സ്വാമി. സത്യൻ ഇവിടെ എത്തുമ്പോ ഗോപേട്ടൻ ഇവിടെ ഉണ്ടാവരുതെന്നാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. ഗോപേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ സത്യന് മുമ്പിൽ നമ്മളൊക്കെ നാണം കെടും. കുറെ ദിവസമായിട്ട് അത് രാവിലെ തന്നെ ഇറങ്ങിപ്പോയി ഏതെങ്കിലും നേരത്ത് കയറി വരുന്നതാ അച്ഛന്റെ പതിവ്. അതുകൊണ്ട് അവര് തമ്മിൽ നേരിട്ട് കാണാൻ സാധ്യതയില്ല. പക്ഷേ ജോലിക്ക് ജോയിൻ ചെയ്യാനായി എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നതിന് പകരം അങ്കിൾ എന്തിനാ നേരിട്ട് വരുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല.